ബംഗ്ലാദേശിലെ 13ാമത് ദേശീയ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ താരിഫ് റഹ്മാന്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിക്ക് വിജയം. പുലർച്ചെ നടന്ന വോട്ടെണ്ണലിൽ പാർട്ടി 185 മണ്ഡലങ്ങളിൽ വിജയിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 299 സീറ്റുകളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. 300 അംഗ പാർലമെന്റിൽ BNP സഖ്യം 209 സീറ്റുകൾ നേടി വിജയിച്ചതായി ജമുന TV റിപ്പോർട്ട് ചെയ്തു. 60%-ലധികമായിരുന്നു പോളിംഗ്. BNPയുടെ പ്രകടനം കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ 151 സീറ്റുകളുടെ പരിധിക്ക് അപ്പുറത്തേക്ക് എത്തിച്ചു. ഇത് അടുത്ത സർക്കാർ രൂപീകരിക്കുന്നതിന് പാർട്ടിയെ ശക്തമായ നിലയിലാക്കിയെന്നും വിശേഷിപ്പിക്കാം. നിരവധി മണ്ഡലങ്ങളിൽ വോട്ടെണ്ണൽ തുടർന്നെങ്കിലും അന്തിമ കണക്കുകളിൽ വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല എന്ന് സൂചിപ്പിച്ചിരുന്നു. പുലർച്ചെ 4 മണിയോടെ ജമാഅത്തെ ഇസ്ലാമി 56 സീറ്റുകൾ നേടി. ഡെയിലി സ്റ്റാർ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് എണ്ണിയ വോട്ടുകളിൽ ഏകദേശം 72.9% പേർ ചാർട്ടർ അംഗീകരിക്കുന്നതിന് അനുകൂലിച്ചപ്പോൾ 27.1% പേർ എതിർത്തിരുന്നു. അതേസമയം തുടക്കത്തിൽ ഏറെക്കുറെ സമാധാനപരമായിരുന്നു എന്ന അധികാരികൾ വിശേഷിപ്പിച്ച തെരഞ്ഞെടുപ്പിൽ ബംഗ്ലാദേശിന്റെ പല ഭാഗങ്ങളിലും അക്രമങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റുമുട്ടലുകളും ഉണ്ടായി. 70-ലധികം പേർക്ക് പരിക്കേറ്റതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 14 വ്യത്യസ്ത സംഭവങ്ങളിലായി കുറഞ്ഞത് 72 പേർക്ക് പരിക്കേറ്റതായി ബംഗ്ലാദേശി ദിനപത്രമായ ദി ഡെയിലി സ്റ്റാർ റിപ്പോർട്ട് ചെയ്തു. അവരിൽ പലരും പോളിംഗ് സ്റ്റേഷനുകളിൽ സമീപമോ അകത്തോ ആയിരുന്നു. അശാന്തിയുമായി ബന്ധപ്പെട്ട് കുറഞ്ഞത് 9 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നൊഹാലി ജില്ലയിലെ ഹാദിയയിലാണ് ഏറ്റവും മോശം ആക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. BNPയുടെ നാഷണൽ സിറ്റിസൺ പാർട്ടിയുടെ അനുയായികളും തമ്മിൽ സംഘർഷത്തിൽ 30 പേർക്ക് പരിക്കേറ്റു. രാജ്യത്തെ 300 മണ്ഡലങ്ങളിൽ 299 എണ്ണത്തിലാണ് വോട്ടെടുപ്പ് നടന്നത്. പാർലമെന്ററി സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് ഷേപ്പൂർ 3-ലെ വോട്ടെടുപ്പ് മാറ്റിവെച്ചു. ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കനുസരിച്ച് രാജ്യവ്യാപകമായി 60.69% പോളിംഗ് രേഖപ്പെടുത്തി. പോസ്റ്റൽ ബാലറ്റ് പങ്കാളിത്തം 80.11%. മൊത്തത്തിലുള്ള സാധുവായ വോട്ട് നിരക്ക് 70.25%. 2008-ലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം തങ്ങൾ കണ്ട ആദ്യത്തെ സമാധാനപരവും ഉത്സാഹപരവുമായ തെരഞ്ഞെടുപ്പാണ് ഇതെന്ന് നിരവധി വോട്ടർമാർ പറഞ്ഞു. രാജ്യവ്യാപകമായി സുരക്ഷ കർശനമാക്കി. നിരവധി പോളിംഗ് കേന്ദ്രങ്ങളിൽ സൈനികരെ വിന്യസിച്ചു. പ്രധാന നഗരങ്ങളിൽ പോലീസ് പെട്രോളിംഗ് ദൃശ്യമായിരുന്നു. പോളിംഗ് ബൂത്തുകൾക്ക് സമീപം ഉൾപ്പെടെ മിക്ക കേന്ദ്രങ്ങളിലും CCTV ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. എന്നാൽ ചില സ്ഥലങ്ങളിൽ കമ്പാർട്ട്മെന്റുകൾക്കുള്ളിൽ ക്യാമറകൾ ഇല്ലായിരുന്നു. മെച്ചപ്പെട്ട സുരക്ഷയും നിരീക്ഷണവും വോട്ടർമാരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിച്ചതായി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അക്രമങ്ങളുമായി ബന്ധപ്പെട്ട മരണങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് അധികൃതർ റിപ്പോർട്ട് ചെയ്തു. സുരക്ഷ ഉറപ്പാക്കാൻ സായുധ സേന, ബംഗ്ലാദേശ് അതിർത്തി രക്ഷാസേന, പോലീസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഏകദേശം 10 ലക്ഷം പേരെ വിന്യസിച്ചിരുന്നു. അതേസമയം ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പിൽ നിർണായക വിജയം നേടിയ താരിഖ് റഹ്മാനെയും BNPയെയും അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗ്ലാദേശിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BNPയെ നിർണായക വിജയത്തിലേക്ക് നയിച്ച താരിഖ് റഹ്മാന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളെന്ന് അറിയിക്കുന്നുവെന്നാണ് മോദി എക്സിൽ കുറിച്ചത്. ഈ വിജയം നിങ്ങളുടെ നേതൃത്വത്തെക്കുറിച്ചുള്ള ബംഗ്ലാദേശിലെ ജനങ്ങൾക്കുള്ള വിശ്വാസമാണ് കാണിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബംഗ്ലാദേശിന് ഇന്ത്യയുടെ പിന്തുണ തുടരുമെന്ന് മോദി ഉറപ്പു നൽകി. നമ്മുടെ ബഹുമുഖ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും പൊതുവായ വികസന ലക്ഷ്യങ്ങൾക്കായി ഒന്നിച്ചു പ്രവർത്തിക്കാനും ആഗ്രഹിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഇടക്കാല സർക്കാർ തലവൻ മുഹമ്മദ് യുനൈസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിലുണ്ടായ വിള്ളലുകൾക്ക് ശേഷം പുതിയ സൗഹൃദത്തിന്റെ കരങ്ങളാണ് മോദി നീട്ടുന്നത്. കൂടാതെ ബംഗ്ലാദേശിലെ പുതിയ ദേശീയ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ആവശ്യപ്പെട്ടു. ഇതിനെ കൊലയാളി ഫാസിസ്റ്റ് മുഹമ്മദ് യുനൈസ് നടത്തിയ വ്യാജ തെരഞ്ഞെടുപ്പെന്നും അദ്ദേഹം രാജിവെക്കണമെന്നും ഹസീന ആവശ്യപ്പെട്ടു. ഒരു അഭ്യാസത്തെ നിരസിച്ചതിന് അമ്മമാർ, സഹോദരിമാർ, ന്യൂനപക്ഷ സമൂഹങ്ങൾ എന്നിവരുൾപ്പെടെ എല്ലാ തലത്തിലുമുള്ള ജനങ്ങളെ ഹസീന തന്റെ പ്രസ്താവനയിൽ നന്ദി പറഞ്ഞു. നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായ മാർഗങ്ങളിലൂടെ അധികാരം പിടിച്ചെടുത്ത യുനൈസ് സംഘടിപ്പിച്ച ഇന്നത്തെ തിരഞ്ഞെടുപ്പ് അടിസ്ഥാനപരമായി ശ്രദ്ധാപൂർവ്വം ആസൂത്രണം ചെയ്ത ഒരു പ്രഹസനമായിരുന്നുവെന്ന് ഹസീന പറയുന്നു. ജനങ്ങളുടെ വോട്ടവകാശം, ജനാധിപത്യ മൂല്യങ്ങൾ, ഭരണഘടനയുടെ ആത്മാവ് എന്നിവയെ തിരഞ്ഞെടുപ്പ് അവഗണിച്ചുവെന്നും അവാമി ലീഗിലല്ലാതെയും വോട്ടർമാരല്ലാതെയും സംഘടിപ്പിച്ചതാണെന്നും അവർ ആരോപിച്ചു. ഫെബ്രുവരി 11-ന് വൈകുന്നേരം മുതൽ ക്രമക്കേടുകൾ ആരംഭിച്ചതായി ഹസീന അവകാശപ്പെട്ടു. പോളിംഗ് കേന്ദ്രങ്ങൾ പിടിച്ചെടുക്കൽ, വെടിവയ്പ്, വോട്ടുകൾ വാങ്ങാൻ വ്യാപകമായി പണം ഉപയോഗിക്കൽ, ബാലറ്റ് പേപ്പറുകളിൽ മുദ്ര പതിപ്പിക്കൽ, ഫലഷീറ്റുകളിൽ ഏജന്റുമാരുടെ ഒപ്പുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഫെബ്രുവരി 12-ന് രാവിലെ രാജ്യമുടനീളം മിക്ക പോളിംഗ് കേന്ദ്രങ്ങളിലും വോട്ടർമാരുടെ എണ്ണം വളരെ കുറവാണെന്നും തലസ്ഥാനത്ത് രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ള പല വോട്ടിംഗ് സ്റ്റേഷനുകൾ പൂർണ്ണമായും വോട്ടർമാരില്ല എന്നും അവർ ആരോപിച്ചു. 2024 രാഷ്ട്രീയ പ്രക്ഷോഭത്തിന് 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായാണ് അവാമി ലീഗ് ബാലറ്റിൽ നിന്ന് ഇല്ലാതെയാകുന്നതിന് ശേഷമുള്ള ആദ്യ ദേശീയ വോട്ടെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് അടയാളപ്പെടുത്തുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.